വെട്ടിക്കവല ബ്ലോക്ക് സഹകരണ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം മുടങ്ങിയിട്ട് 13 വർഷം. നോക്കാനും കാണാനും ആരുമില്ലാത്തതിനാൽ അടിത്തറ കാടുകയറി നശിക്കുകയാണ്. 1974 നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് വെട്ടിക്കവല ബ്ലോക്ക് സഹകരണ ആശുപത്രിക്ക് വേണ്ടി ചക്കുവരയ്ക്കൽ അഞ്ചാനംകുഴി ജംഗ്ഷനിൽ വസ്തു വാങ്ങിയത്. എന്നാൽ കെട്ടിടം നിർമ്മിക്കാൻ പണം തികഞ്ഞില്ല. തുടർന്ന് ഇതേ വസ്തു പണയം വെച്ചാണ് ആശുപത്രിക്ക് വേണ്ടി അടിത്തറ കെട്ടിയത്. 2000 മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത്. 3 മാസത്തിനകം പണി മുടങ്ങി. അന്നു മുതൽ ഈ 26.25 സെന്റ് ഭൂമി കാടുകയറി നശിക്കുകയാണ്. 1974 ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ പൈസ പിരിച്ച് 26.25 സെന്റ് വസ്തു വെട്ടിക്കവല പഞ്ചായത്ത് സഹകരണ ആശുപത്രിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു. അതിനുശേഷം 1980 ഇവിടെ ഈ വസ്തു തന്നെ പണയം വെച്ച് ഇതിന് ഫൗണ്ടേഷൻ ബേസ്മെൻറ്റും കെട്ടിയിട്ടു ഈ സഹകരണ ആശുപത്രിക്ക് വേണ്ടി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് പിന്നെ ഭരണസമിതി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭരണസമിതിക്കാരോ മറ്റുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മാറി മാറി വിടുന്ന ഗവൺമെൻറ്റുകളോ ഇതിനാവശ്യമായ ഒരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. 2008 ഇതിൻ്റെ കാലാവധി കഴിയുകയും എന്നിട്ട് ഇതുവരെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഭരണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ പോയി അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് 1 വർഷം 18.5 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് സഹകരണ ആശുപത്രി വേണ്ടി ഗ്രാൻഡ് ഉണ്ട്. ഈ ഗ്രാൻഡ് മേടിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം വേണ്ടുന്നതിൻ്റെ ഭരണസമിതിക്കാർ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കുകയോ ചെയ്യേണ്ടത്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതിക്കാരെന്ന് പറയുന്ന ആളുകൾ ഈ വസ്തു മേടിക്കുകയോ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടി ചെയ്തപ്പം ചക്കുവരയ്ക്ക് പോലും ഇല്ലാത്തവരായിരുന്നു. അവർക്കിപ്പോൾ ഈ പ്രദേശത്തെ വികസനം എന്താണെന്ന് അറിയുകയോ അല്ലെങ്കിൽ വികസനത്തിന്റെ ആവശ്യവും അവർക്കില്ല. അടിത്തറയിൽ മരങ്ങളുടെ വേരിറങ്ങിയും സിമന്റ് ഇളകിയും ഏതാണ്ട് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. കൊട്ടാരക്കര അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മേൽനോട്ടത്തിലാണ് വസ്തു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതരോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. കാടുകയറി കിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇഷ്ടതാവളമാണ് ഇവിടം. ചക്കുവരക്കലിൽ ഒരു സ്വകാര്യ ക്ലിനിക്ക് മാത്രമാണ് ഉള്ളത്. പ്രദേശത്തുനിന്ന് രോഗികളെ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി 15 കിലോമീറ്റർ ദൂരെയുള്ള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലോ 12 കിലോമീറ്റർ ദൂരെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയിലോ കൊണ്ടുപോകണം. സഹകരണ ആശുപത്രിയുടെ പണി പൂർത്തിയാക്കിയാൽ പ്രദേശവാസികൾക്ക് അതൊരു ആശ്വാസമാകും. ചക്കുവരയ്ക്കലിൽ നിന്നും 13.5 കിലോമീറ്റർ പുനലൂരും 14 കിലോമീറ്റർ കൊട്ടാരക്കരയും 13 കിലോമീറ്റർ അഞ്ചലുമാണ് ഇവിടെയുള്ള ആൾക്കാർ ഒരു പനി വന്നാൽ പോലും ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആശുപത്രിയോട് വരികയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ ഒരു അത്യാവശ്യ രീതിയിൽ വേണ്ടുന്നൊരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയും ഒപ്പം ഈ പ്രദേശത്ത് ഒരു മെഡിക്കൽ സ്റ്റോറുകളോ അല്ലെങ്കിൽ ഒരു എക്സ്റേ സെൻ്ററോ ഈ ലാബ് പ്രദേശങ്ങളോ ഒരു 2-3 പെർമനന്റ് കടകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.